അന്ത്യോദയ ചിദംബരം. എന്താണ് ട്രെയിൻ പേര്? അന്ത്യോദയ അന്ത്യോദയ ചിദംബരം ട്രെയിനിലിരിക്കുകയാണ് തഞ്ചാവൂർ പോകാൻ. അത് നമ്മളെ മെമുവിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഷാർപ്പ് ടൈമാണ്. മെമു വന്നിറങ്ങിയതും ട്രെയിൻ വിട്ടതും ഒരുമിച്ചായിരുന്നു. വന്നിറങ്ങുന്നു ട്രെയിൻ വിടുന്നു, വന്നിറങ്ങുന്നു ട്രെയിൻ വിടുന്നു. ഇപ്പോൾ നമ്മൾ ഇടവാന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ യാത്രയായിരുന്നു. ഒരിക്കൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയ ട്രെയിനിലാണ്. കുറച്ച് കൂടി പോകുന്ന ചോദിക്കാണ്. ചുണ്ടൊക്കെ കൂടുതലാണോ ചേട്ടാ? ഹായ്. എവിടെ നിർത്താൻ? ഓ, കാറ് വെറുതെ പോകും. നമ്മൾ ഓടിക്കണ്ടേ? ഇത് നമ്മൾ വെറുതെ ഇരുന്ന് ഉറങ്ങിയാലും ചെയ്യാലോ അല്ലേ? അല്ലേ ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ നിന്നും നാഗർകോവിലേക്ക് പോകാൻ മെമുവാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് 20 മിനിറ്റ് ലേറ്റ്. പല സ്ഥലങ്ങളിലും പിടിച്ചിട്ടു. തിരക്കൊഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ് ഭക്ഷണം ഓരോരുത്തരായി കഴിച്ചു തുടങ്ങി. അതിനുശേഷം പിള്ളേർ കളിയൊക്കെ കഴിഞ്ഞു. വാസുകിയെ കണ്ടപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആന്ധ്രയുള്ള ചേച്ചിമാർ വാസുകിയെ വളയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വാസുകി കുപ്പിയെടുത്ത് അങ്ങോട്ട് കുത്തുന്നു, അവരുടെ ഇങ്ങോട്ട് കുത്തുന്നു. അവരൊരുത്തി അടുക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നാഗർകോവിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. പല സ്ഥലത്തും ട്രെയിൻ പിടിച്ചതുകൊണ്ട് ലേറ്റായി. ഒരിക്കലും നമുക്ക് ആ ട്രെയിൻ ലഭിക്കില്ല എന്നാണ് കരുതുന്നത്. പക്ഷേ നമ്മൾ ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞു. യാദൃശ്യമായ ട്രെയിൻ പിടിച്ച് നിർത്തുകയും ചെയ്തു. ബാക്കി കാഴ്ചകൾ കാണാം. ട്രെയിൻ വിട്ടതും നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളെ ബാക്കിക്ക് നമ്മളെ കൂടി കളിക്കുന്ന മാമ ഉണ്ടല്ലോ, മാമ കണ്ടപ്പോൾ വണ്ടി വീണ്ടും നിർത്തി നമ്മളെ കയറ്റി. ടിക്കറ്റ് എടുത്തില്ല. നമ്മൾ കുറച്ച് ദൂരം ടിക്കറ്റ് എടുക്കാൻ അവിടുത്തെ പോയി ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നാഗൂനേരി, വള്ളിയൂർ, നാഗൂനേരി, തിരുനെൽവേലി എത്തിയപ്പോൾ 10 മിനിറ്റ് സമയം കിട്ടി. അങ്ങനെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയ ട്രെയിനിൽ ചാടി പറഞ്ഞ് പോയി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. അപ്പോൾ അതുവരെ ടെൻഷൻ അടിച്ചിരുന്നു. നോക്കിയാൽ കണ്ടില്ല, ആളിനെ കണ്ടില്ല. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ്. യാത്ര ഇങ്ങനെ തുടരുന്നു. എല്ലാവരും കളിക്കുന്നു, എൻജോയ്. വാസിക്ക് എൻജോയ് ചെയ്യുന്നു. രക്ഷ വാസുക്കുട്ടാൻ തമിഴ്വാണ്. വന്നപ്പോൾ തൊട്ട് ആൾ നമ്മുടെ കൂടെ കൂടി മൊബൈലൊക്കെ ഓണാക്കി കൊടുത്തു. മൊബൈൽ കാണുന്നത് ലിറ്റിൽ സിംഗം കാണുകയാണ്. അപ്പോൾ വസു പറയണേ, അച്ഛ എനിക്ക് ഫോൺ ഇട്ട് തന്നില്ല, തമിഴ് വാണന് ഫോൺ കൊടുത്തു അല്ലേ വസു? അങ്ങനെ ഹായ് ഗേയ്സ്, നമ്മൾ തഞ്ചാവൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് അല്ലേ വസുകി? അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലുള്ള ഹോട്ടലിലാണ് താമസിക്കുന്നത്. റൂം എടുത്തത്. നമ്മൾ രാവിലെ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. വാച്ചിക്ക് വെള്ളം തരുന്നില്ലേ വസു? വെള്ളം കൊടുക്കും. ഇപ്പൊ പോവാ. റെഡിയാനേ എല്ലാവരും? നോക്കട്ടെ, എല്ലാവരും നോക്ക്. റെഡിയാണോ വാസു? ശരി, നമുക്ക് പോയിട്ട് വരാം. ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കണം. അതിനുശേഷം ബാക്കി പരിപാടികൾ. കാപ്പിടി തുടങ്ങിയിരിക്കുകയാണ് ഇല്ല അങ്കത്തടലേക്ക്. ഇഡലി ഇവിടുത്തെ ഇഡലി ഉണ്ട്, ദോശ ഉണ്ട്. വാസു നോക്കറാതെ അപ്പം നമുക്ക് തുടങ്ങാൻ പരിപാടി. ആദ്യം പോലെ കോഴിക്കോടാ അമ്പലത്തിലല്ല പോണ. ആദ്യം കൊട്ടാരം ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊക്കെയാണ് എന്തെങ്കിലും ഇവിടെ മുഖം ബിൽഡിങ്ങാ, മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങാ. അമ്പലത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. ആദ്യം കൊട്ടാരത്തിലല്ലേ പോകണം. ഇതാണ് തഞ്ചാവൂർ പാലസ് കേട്ടോ. പാലസിൻ്റെ കോംപ്ലക്സ്. ഇതിനകത്ത് സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. കുട്ടികളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ കാപ്പി കുടിച്ചിട്ട് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി. ഞാൻ വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങിയതാണ്. മതിലൊക്കെ ഉണ്ട്, ചിത്രം ഇതിനൊക്കെ കാണാം. നിറയെ ഉണ്ട്. അപ്പുറത്തുണ്ട്.
സ്കൂളാണ് സ്കൂൾ. പാലസ് എൻട്രി ടിക്കറ്റിൻ്റെയാണ്. എത്രയാണ്? 200 രൂപയൊക്കെ എടുത്താണ്. ഹൈവ 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 ഹയാ ഹയാ. എനിക്കൊക്കെ പോകുന്നത് ഗ്രൗണ്ട് ഇതാ, പ്ലേ ഗ്രൗണ്ട്. അതാണ് പാലസ്, ഇവിടെ സ്കൂൾ ഗ്രൗണ്ട്. അത് കഴിഞ്ഞ് പാലസിലോട്ട് കയറാൻ പോവുകയാണ് നമ്മൾ. പാസ് ഇവിടെ കാണിക്കണ്ടേ? അപ്പോൾ നമ്മൾ പാലസിനുള്ളിൽ കയറുകയാണ്. പാസ് ആർട്ട് ഗാലറി തഞ്ചാവൂർ. ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളാണല്ലോ. ഹായ് ഹായ് വാച്ചിക്ക്. നമ്മൾ തഞ്ചാവൂർ പാലസിലെത്തി. വാച്ചിക്ക് ഭാഗ്യമുണ്ട്, ഇപ്പോഴേ വന്നില്ലേ. നമ്മൾ 40 വർഷം കേട്ടെത്തി, 40 വർഷം എടുത്തിവിടെ എത്താൻ അല്ലേ. ഇത് പഴയ വിഗ്രഹങ്ങളൊക്കെ അവർ സൂക്ഷിച്ച് ഇവിടെ രണ്ടാമത് സെറ്റ് ചെയ്യാന്നുണ്ടോ? അതൊക്കെ ഇവർ പൊളിച്ചു കളഞ്ഞില്ലേ കുറേ പേര് ഒന്ന്, പാർട്ടിക്കാരൊക്കെ ഒന്ന്. ഇവിടെ നിറയുണ്ട് കേട്ടോ വിഗ്രഹങ്ങളൊക്കെ. പാർത്ഥസാരഥിയും പാർവതിയും, ശിവനും പാർവതി കണ്ടിരിക്കും. ഒറ്റക്കല്ല് കുത്തുക. ബുദ്ധൻ. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ അലോഡുള്ളൂ കേട്ടോ, മുകളിലോട്ടൊന്നും കയറാൻ പറ്റില്ല. അതാണ് വിഷയം. പാലസിനെ കുറിച്ച് വല്ല പറ. എനിക്ക് പാലസിനെ കുറിച്ചൊന്നും പറഞ്ഞൂടാ, പിന്നെ എങ്ങനെ പറയുന്നത്. പാലസിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളായിരുന്നു കേട്ടോ. ഇപ്പം പല പാഴ്സുകളായിട്ട് തിരിച്ച് അവർ ഇവിടുത്തെ സർക്കാരുകൾ ഇവിടുത്തെ ഓഫീസുകളാക്കി. കുറച്ച് ഭാഗം ഉള്ള പറഞ്ഞാൽ അവിടെ കണ്ടില്ലേ, ഓഫീസ് കണ്ടില്ലേ, സർക്കാർ ഓഫീസുകളുണ്ട്, സ്കൂളുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു പറയുന്നത്, അപ്പോൾ അടിച്ചമർത്തിയല്ല. എല്ലാവരും തൊട്ട് കിടന്നത് മെഴുകായി കേട്ടോ. ബുദ്ധൻ. അമ്പത്തോട് സ്വാമി രക്ഷിക്കണേ. വാസിയുടെ എല്ലാവരും തൊഴുകയാണ്. പൂജ വെങ്കല പ്രതിമ. വേണുഗോപാലൻ രാജാവ്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യ. രാജാവായിരുന്നു തോന്നുന്നു, പറഞ്ഞു തരാൻ ആരുമില്ല. നിക്കടാ പതുക്കെ. ആ ഇപ്പം വീണാണ്. ആ പോട്ടെ. ആരും കണ്ടില്ല. പോട്ടെ. എങ്ങ് വാടാ, ഇങ്ങനത്തെ അസ്ഥികളോ കണ്ടിട്ട് എന്തിനാ ക്രൈം പോലെ ഇരിക്കുന്നല്ലേ. നിങ്ങൾ ഇത്ര ഉണ്ടല്ലേ, അങ്ങനെ 2-3 ആളൊക്കെ ഒരുമിച്ച് വിഴുങ്ങും അവർ. ഇത്ര വായ കാണാ, സൈസ് വയ്ക്കാൻ. തിമിങ്ങലത്തിൻ്റെ അസ്ഥികളാണോ? നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. വരെ തിരക്കൊന്നുമില്ല അല്ല, കുറച്ചുകൂടി കാഴ്ചകളുണ്ട് കാണാൻ. വാ വസോ, ഇവിടെ ഓടി കളിക്കാൻ പിള്ളേർ. ഇതാണ് പാലത്തിന്റെ മുറ്റം അല്ലേ. അപ്പോൾ രാജാവ് പണ്ട് അവിടെ ഇരുന്നേ. രാജാവ് ഇരുന്ന സ്ഥലം ഏതാണ്? നാന. ആ തൊട്ടോ, വാസി തൊട്ടോ, ഞാനെ തൊടണം. വേണ്ട, ഇരുത്തണ്ട. ആ കൊള്ളാം. ആ വാ, ഞാനെ തൊട്ടേ. വെങ്കല പ്രതിമകൾ, ലക്ഷങ്ങളുള്ള സാധനം, ലക്ഷങ്ങൾ, കോടികൾ. നടരാജൻ പല രൂപങ്ങൾ, പല ഭാവങ്ങൾ. പാലസൊക്കെ കണ്ടു. നമ്മൾ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ ക്യാമറ അലൗഡാണ്. പിന്നെ ഒരാൾ ക്യാമറ അലൗഡല്ലെന്ന് പറഞ്ഞ് കൗണ്ടർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ എടുത്തിട്ടുണ്ട്. പാലസ് എന്ന് പറയുമ്പോൾ കൊള്ളാം.
എല്ലാം കണ്ടിരിക്കുന്നുണ്ട്, ജീവിതത്തിൽ എല്ലാം കണ്ടിരിക്കണം. കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്ന കാഴ്ചനെ കാണുക. നമുക്ക് വന്ന ഏറ്റവും കൂടുതൽ കണ്ടത് തത്തമ്മയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പച്ച തത്ത ഇഷ്ടം പോലെ ഉണ്ട്. നിറയെ ഉണ്ട് മരത്തിൽ കിടന്ന് ഇവിടെ പറക്കുന്നുണ്ട്. അതിന് മുകളിലൊക്കെ നിറയെ ഇരിപ്പുണ്ട്. അതിന് മേലൊക്കെ പറക്കുന്നുണ്ട് അവിടെയൊക്കെ. പറക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെ ഈ മരത്തിൽ നിറച്ചുണ്ട് വാസു. ഈ മരത്തിൽ നിറച്ച് തത്ത ഉണ്ടോ? നിറയെ ഇപ്പോൾ തത്ത. അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ കയറിയിരുന്നത്. ഗുഡ് മോർണിംഗ് വാസി. വാ വാസിക്ക് എല്ലാവരും ടാറ്റൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുത്ത് എല്ലാവരും മയക്കിട്ട് പോകാനാണ്. നമ്മൾ പാലസിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞു. പാലസിനെ കണ്ടു. പാലസെ കണ്ടോ? അമ്പാനെ കണ്ടോ? എന്നിട്ട് പോവുകയാണ് നമ്മൾ. ഫ്രണ്ട് ഇറങ്ങി വന്നവരെ ഒരു നാരങ്ങ സോഡയൊക്കെ കുടിച്ചിട്ട് പോകാൻ വെച്ചു. നടന്നിട്ട് നാരങ്ങ സോഡയെ എന്തുള്ളുണ്ട് അത് കുടിക്കാനുള്ള പരിപാടിയാണ്. നാരങ്ങ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് കഴിച്ചിട്ട് പോവാം. അടുത്ത പരിപാടി എന്താണെന്ന് അറിയാൻ വയ്യ. ഫോളോ മീ. അടുത്തതായി നമ്മൾ കയറിയിരിക്കുന്നത് ഒരു ബേഡ്സ് പാർക്കിലാണ്. 150. അപ്പോൾ എത്ര രൂപയായി? 900 ഒരാൾക്ക് 100. കൊച്ചുങ്ങൾക്കാർ പൈസ മേടിച്ച്. പിന്നെ എന്തായാലും വന്നല്ലേ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച്. ഹോസ്പിറ്റലിന് കൊടുക്കാൻ എന്നാ ജ്യോതി അതിനെന്നാ കൊടു ഒന്നും ചെയ്തില്ല, കൊടുത്താൽ മതി. ഇപ്പം എല്ലാവർക്കും കിളിയൊക്കെ ഫുഡ് കൊടുക്കും. മാവയ്ക്കും കൊടുത്ത് മാവയ്ക്ക് കുളന്ത ഇല്ലല്ല. കളി വാ വസ് കിട്ടാൻ അതിന് നാസിന്നാ എല്ലാവരുടെ കയ്യിലും ബേഡ്സ് ഉണ്ടോ? നമ്മുടെ കയ്യിലുണ്ട്. ആസി കയ്യില്ല. ദക്ഷ കയ്യിലുണ്ട്. ദക്ഷ നോക്കട്ടെ. ദക്ഷ കയ്യിലുണ്ട്. രവു കയ്യിലുണ്ട്. ബസ്സുവിൻ്റെ കയ്യിലുണ്ട്. അറിയാം കൊത്തി പറിക്കുന്ന എല്ലാം കൊണ്ട് അടിക്കിട്ട് ഒന്നും ചെയ്തില്ല. ഓടാ കള്ള വാച്ച് കഴിക്കണം. ഡോണ്ട് ടച്ച്. കിളിക്ക് കൊടുക്കാൻ വട്ടത്താമലായിട്ട് പോയാണ്. വട്ടത്താമല എന്നെ തേക്കില്ല. വേണ്ട പാവപ്പെട്ട വാസിക്ക്. ഗോറില്ല. ഹായ്. സെന്റർ പോയെ. വേറെ ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ എൻജോയ് ചെയ്യുകയാണ്. ഹായ്. എന്റെ കഴിക്കണേ. വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് അല്ലേ? കൊള്ളാം. എന്താ കടിക്കും പഠിപ്പിക്കണ്ട ചേച്ചി. കിളി അടുപ്പിച്ച് പരിശീലിപ്പിക്കുകയാണ്. ട്രെയിനിങ് കൊടുക്കുന്ന കിളിയെ. കണ്ടിട്ട് അടുത്തത് മുയലിന്റെ കൂട്ടത്തിൽ എത്തിക്കുകയാണ്. ആസി നോക്കളെ ഇഷ്ടപ്പെട്ടാ? മുയലിനെ തീറ്റ കൊടുക്കുന്നു. നമ്മൾ 150 രൂപ ആദ്യം ചോദിച്ചപ്പോൾ നമ്മൾ വെച്ച് വലിയ ചാർജ്. പക്ഷേ നമുക്ക് അത് മുതലാക്കാൻ വയ്യ കേട്ടോ. 150 രൂപ വലിയ കൂടുതലല്ല. നിങ്ങൾ എല്ലാം
തൊട്ടറിയാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ല അവിടെ സന്തോഷം കണ്ടില്ലേ? ഓ പാവ പാവ പാവ. ബേഡ്സ് പാർക്കിലൊക്കെ കയറി അല്ലേ? കിളിയൊക്കെ ആഹാരം കൊടുത്തു. ആഹാരം കൊടുത്തിട്ട് മുയലിന് ആഹാരം കൊടുത്തു, കിളിയൊക്കെ ആഹാരം കൊടുത്തു. അസുഖം ഇഷ്ടപ്പെട്ടാ? എന്നിട്ട് ഇനി ഞാൻ കയറത്തില്ല, ഉണ്ടായി. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടാ. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലായിരിക്കും? രക്ഷയ്ക്ക് സംതൃപ്തി ആയില്ല. ആ ആര് പറഞ്ഞു? നമ്മൾ തിരിച്ചു പോവുകയാണ്. അടുത്തത് അറിയാമോ എന്താണെന്ന്? വാ പോളാമേ. അമ്മേരെ കൊടുത്തോ മക്കളെ ബാഗിന്റെ തെറ്റ്. ഞങ്ങൾ തഞ്ചാവൂർ ബൊമ്മളൊക്കെ മേടിച്ചു. 1,10,000 രൂപ. തഞ്ചാവൂർ സ്പെഷ്യൽ മീൽസ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മള് സാധാ ഊണിലാണ് പറഞ്ഞത്, പക്ഷെ അവര് കൊണ്ടുവന്നപ്പോ ഇങ്ങനെ കുടമോര്, കട്ടത്തൈരാണ് കേട്ടോ. പിന്നെ ഇത് ഒരു സൂപ്പാണ് കേട്ടോ, മുരിങ്ങയ്ക്ക സൂപ്പ് കേട്ടോ. പിന്നെ ഇത് ലെമൺ ജ്യൂസ്, പിന്നെ ഇത് വന്ന് ഹൽവ, അടിപൊളി. ഇത്രയും കറി നല്ല ബിരിയാണി. ചോറ് തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പരിപ്പൊഴിച്ച് നമ്മളെ പപ്പടം കൂടെ കൂട്ടി അടിക്കണം. വാ കുറച്ചെടുക്കാം. അപ്പോൾ തുടങ്ങാം പരിപാടി. ഓക്കെ, അപ്പോൾ ഫോളോ മീ. സമാനത്തിൽ ചവച്ചരച്ച് കഴിക്കാം. വാസോ, നമ്മൾ ബേഡ്സ് പാർക്കിൽ കണ്ടിട്ട് നേരെ തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം കുളിച്ച് റെഡിയായിട്ട് ക്ഷേത്രത്തിൽ വരാം. പോവാം, ഫോളോ മീ. ഇതാണ് നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം കേട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ ടൂറിസമാണെന്ന് മനസ്സിലായി. കൂടുതലും എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു, ഓരോ തൂൺകട്ടിയുടെ പുറകിലും പോകുന്നു, ഫോട്ടോ എടുക്കുന്നു. കൂടുതൽ വിദേശികളാണ്. അല്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. സംഭവം കിട്ടില്ലുണ്ട്. അത് നിർമ്മിച്ച ആളിനെ അത് സംഭവമായിട്ട് കാര്യമില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നാലും പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ, അടിപൊളി, സെറ്റ്. ഓ വാസുകി